നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേന്ദ്രത്തിൻ്റെ വക കേരളത്തിന് മറ്റൊരു ഉത്സവ ബോണസ് കൂടി ലഭിച്ചിരിക്കുന്നു. മറ്റൊരു കിടിലൻ സർപ്രൈസ് വന്നിരിക്കുന്നു. കേന്ദ്രവിഹിതം ലഭിക്കുന്നില്ല, കേന്ദ്രം കൃത്യസമയത്ത് ഫണ്ട് അനുവദിക്കുന്നില്ല എന്നുള്ള പരാതിയാണ് കോടതി മുതൽ ജനങ്ങൾക്ക് വരെ സർക്കാർ നൽകുന്ന മറുപടി. പക്ഷേ ഈ അടുത്തായി നൽകിയിരിക്കുന്ന വിഹിതം, നികുതി വിഹിതം എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിപ്പോൾ വലിയ ആശ്വാസം തന്നെയാണ്. ഇനി വരാനിരിക്കുന്ന ആഘോഷങ്ങൾക്കും, ക്രിസ്തുമസ് അടക്കമുള്ള ആഘോഷങ്ങൾ, പുതുവത്സരം, അതിനുശേഷം ഉത്സവാഘോഷങ്ങൾ, അതിനൊക്കെ മുന്നോടിയായി 72,961 കോടി രൂപയുടെ അധിക നികുതി വിഹിതമാണ് കേന്ദ്ര സർക്കാർ അനുവദിക്കാനായി അനുമതി നൽകിയിരിക്കുന്നത്. കേന്ദ്ര ധനമന്ത്രാലയമാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. സംസ്ഥാനങ്ങൾക്ക് വേണ്ട വിധത്തിൽ അവരുടെ നികുതി വിഹിതം അനുസരിച്ച് പിരിച്ചു നൽകാനും തീരുമാനമായിട്ടുണ്ട്. വിവിധ സാമൂഹ്യക്ഷേമ നടപടികൾക്കും പ്രവർത്തനങ്ങൾക്കും അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്കുമൊക്കെ ധനസഹായം നൽകുന്നതിന് സംസ്ഥാന സർക്കാരുകളുടെ നികുതികൾ ശക്തിപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ നീക്കത്തെ മുന്നിൽ കണ്ടിരിക്കുന്നത്. കേരളത്തിന് 1404 കോടി രൂപയാണ് ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്രം ഇപ്പോൾ അനുവദിച്ച് നൽകിയിരിക്കുന്നത്. ഉത്സവ സീസൺ പ്രധാനമായും കണക്കിലെടുത്താണ് ഈ തുക അനുവദിച്ചിരിക്കുന്നത്. പല പദ്ധതികൾ ഈ സാഹചര്യത്തിൽ ഈ തുക ഉപയോഗിച്ചുകൊണ്ട് നടപ്പാക്കിയെടുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേന്ദ്രം നൽകുന്ന നികുതി വിഹിതം ഒരു ഇൻസ്റ്റാൾമെൻറ്റ് കൂടി അനുവദിക്കാനാണ് ഇപ്പോൾ കേന്ദ്രം തീരുമാനിച്ചിരിക്കുന്നത്. സംസ്ഥാനങ്ങൾക്ക് ഇത്തരത്തിൽ അനുവദിച്ചു നൽകും. കേരളം സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ വലഞ്ഞിരിക്കുകയാണ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണെന്നുള്ള കാര്യം സർക്കാർ തന്നെ തുറന്ന് സമ്മതിച്ച ഒരു വസ്തുതയാണ്. പെൻഷൻ പോലും നൽകാൻ പണമില്ലാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഇതിനെ പരിഹരിക്കാൻ, ഇതിനെ എങ്ങനെയും തരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ജീവൻ രക്ഷാ മാർഗമായി തന്നെയാണ് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു നീക്കം കൂടി നടന്നിരിക്കുന്നത്. ഈ പ്രതിസന്ധി നേരിടുന്നതിനാൽ തന്നെ കേന്ദ്രത്തിൻ്റെ നികുതി വിഹിതം താൽക്കാലിക ആശ്വാസമായി തന്നെ മാറുമെന്ന ഒരു വിലയിരുത്തലുണ്ട്. പ്രതിമാസ നികുതി വിഹിതം ഈ കഴിഞ്ഞ ഡിസംബർ 11 കേന്ദ്ര സർക്കാർ അതത് സംസ്ഥാനങ്ങൾക്ക് നൽകിയിരുന്നു. അതിൻ്റെ അധിക ഗഡു എന്ന നിലയിലാണ് ഇപ്പോൾ ഈ പണം അനുവദിച്ചിരിക്കുന്നത്. ഉത്സവ പുതുവത്സര കാലത്ത് ഇത് വലിയ ആശ്വാസമാണ്, വലിയ അനുഗ്രഹമാണ്. ജനുവരി 2024 ഒരു വിഹിതം എല്ലാ സംസ്ഥാനങ്ങൾക്കും നൽകേണ്ടതാണ്. അത് 72,000 കോടി രൂപയോളം. ഇതിനകം തന്നെ അത് നൽകാനുള്ള ഉത്തരവ് പുറത്തു വന്നു കഴിഞ്ഞിട്ടുമുണ്ട്. അതിന് പുറമേ തന്നെ ഒരു ഇൻസ്റ്റാൾമെൻറ്റ് കൂടി സംസ്ഥാനങ്ങൾക്കായി നൽകുന്നു എന്നാണ് കേന്ദ്ര ധനമന്ത്രി ഇതിന് പിന്നാലെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൽ കേന്ദ്രത്തിൻ്റെ പങ്കാണ് 1400 കോടി രൂപ എന്ന് പറയുന്നത്. ഇതിലേറ്റവും അധികം തുക അനുവദിച്ചിരിക്കുന്നത് നിലവിൽ ഉത്തർപ്രദേശിനാണ്. നികുതി വിഹിതമായി UPക്ക് അനുവദിച്ചിരിക്കുന്നത് 13,088 കോടി രൂപയാണ്. 2024 ജനുവരി 10 സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ട നികുതി വിഭജന ഗഡുവിനും 2023 ഡിസംബർ 11 ഇതിനകം നൽകിയ 72,961 കോടി രൂപയുടെ ഗഡുവിനും പുറമെയായി ഇതിനെ നോക്കി കാണാവുന്നതാണെന്ന് വേണം മനസ്സിലാക്കാൻ. ഇതിനു പുറമെ തമിഴ്നാടിനായിട്ടുള്ള വെള്ളപ്പൊക്ക ദുരിതാശ്വാസ നിധി എന്ന രീതിയിൽ കേന്ദ്ര സർക്കാർ ഒരു 900 കോടി രൂപയോളം അനുവദിച്ച് നൽകിയിട്ടുണ്ട്. വെള്ളപ്പൊക്ക ദുരിതാശ്വാസത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ ഈ അനുവദിച്ച തുക ധനമന്ത്രി നിർമ്മല സീതാരാമൻ വെള്ളിയാഴ്ചയാണ് മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കിയത്. മന്ത്രാലയം പുറത്തുവിട്ട കണക്കനുസരിച്ച് കേന്ദ്രം അധികാരപ്പെടുത്തിയ നികുതി വിഭജനത്തിൻ്റെ അധിക ഗഡുവിൽ തമിഴ്നാടിൻ്റെ 2,967.10 കോടി രൂപയുടെ വിഹിതവും ഉൾപ്പെടുന്നുണ്ടെന്നാണ് പ്രസ്താവനയിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നത്.